എന്തൊക്കെയായിരുന്നു പ്രാർത്ഥന? എനിക്ക് നവീനെ കുറിച്ചല്ലാതെ വേറെ ആരെ കുറിച്ചാ പ്രാർത്ഥിക്കാനുള്ളത്? നവീന് നല്ലത് വരുത്തണേന്ന് പ്രാർത്ഥിച്ചു. ഇനി മുതലേ പ്രാർത്ഥിക്കാൻ പോകുമ്പോ ഒരാൾക്കും കൂടി പ്രാർത്ഥിക്കണം കേട്ടോ. അതാർക്കാ? എനിക്ക് വല്ലാതെ ഇഷ്ടമുള്ള ഒരാളാ. അയാളും ഞാനും എന്നും ഒന്നിച്ചുണ്ടാവണമെന്ന് പ്രാർത്ഥിക്കണം. ആയുസോടെയും ആരോഗ്യത്തോടു കൂടിയും നവീൻ തനിച്ചുണ്ടായിട്ട് കാര്യമില്ല. എന്റെ ഗാഥ എന്റെ കൂടെ ഉണ്ടാവണം. അപ്പോഴേത് പൂർണ്ണാവും. മനസ്സിലായോ? എന്തേ കാണിക്കുന്നേ? ആരെങ്കിലും കാണും. ആര് കണ്ടാലും എനിക്കൊരു കുഴപ്പമില്ല. വിട് നവീൻ, വേണ്ട. പ്ലീസ് വിട് 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 നവീൻ, ഒരു തവണ വിട് പ്ലീസ്. ഞാൻ പറയുന്നത് ഒരു തവണ പ്ലീസ്. വിട് പ്ലീസ് നവീൻ, പ്ലീസ്. അയ്യോ അമ്മ, അമ്മ. അയ്യോ അതെ, രണ്ടുപേർക്കും കൂടി ഒരു ബെഡ്റൂം തന്നിട്ടുണ്ട്. ഇതൊക്കെ അവിടെ ആവാം കേട്ടോ. മറ്റുള്ളവർക്ക് ഇവിടെ കണ്ണും തുറന്ന് നടക്കണം. ഗാഥ മാഡം, ഇത് എന്തോർത്ത് ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്നത്? അതൊന്നുമില്ല. സന്തോഷമുള്ള കാര്യല്ലേ, പറയേ. ഞാനേ നവീനെ കുറിച്ച് ആലോചിക്കായിരുന്നു. നവീന്റെ ഓരോ കുസൃതികൾ ആലോചിച്ച് ഇനി എനിക്ക് സമാധാനമായിട്ട് ഇതൊക്കെ ഓർക്കാലോ. അവള് ആ കൃഷ്ണ എന്ന ശാപം എന്റെ ജീവിതത്തിൽ നിന്ന് എന്നേക്കായിട്ട് ഒഴിഞ്ഞു പോയിരിക്കല്ലേ. ഇനി നോക്കിക്കോ, ഞാനും നവീനും ഒന്നായി ജീവിക്കും. കാണുന്നവർക്കെല്ലാം അസൂയ തോന്നുന്ന വിധത്തില്. നിങ്ങൾ ഒരുമിച്ചുള്ളൊരു ജീവിതം എന്തായാലും സന്തോഷമുള്ളൊരു കാര്യം തന്നെയാ. പക്ഷേ അതിന് കാരണക്കാരിയായവളെ കൂടി ഇടയ്ക്കൊന്ന് ഓർക്കണം. ഓ അത് ശരി. എന്റെ മമ്മിയുടെ ശമ്പളം വാങ്ങിച്ചിട്ട് എന്റെ കൂടെ നിൽക്കുമ്പോ പോലും അവളെ കുറിച്ചാണ് നിങ്ങൾക്ക് ചിന്ത. അതിന് നിങ്ങളെ കുറ്റം പറയേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങളെ പോലുള്ളവരെ തീറ്റിപ്പൊറ്റുന്ന എന്റെ മമ്മിയെ കുറ്റം പറഞ്ഞാ മതി. അതിന് ഞാനിപ്പോ എന്താ തെറ്റായിട്ട് പറഞ്ഞ? ദേ നോക്കിയേ, നിങ്ങൾ തെറ്റും പറയണ്ട ശരിയും പറയണ്ട. നിങ്ങളുടെ മനസ്സെനിക്ക് നന്നായിട്ട് അറിയാം. ഒരുമാതിരി ശമ്പളക്കാരികളുടെ കോംപ്ലക്സ്. മോളെ, ഇനി ഒരുപാട് ദൂരം യാത്ര ചെയ്യാനുള്ളതാ. നമുക്ക് പോയാലോ? എത്രയും പെട്ടെന്ന് നവീന്റെ അടുത്ത് എത്തണ്ടേ? വേണം മമ്മി, എത്രയും പെട്ടെന്ന് എത്തണം. വാ. സിനി ചേച്ചി ചെല്ല്, ഞാൻ വരാം.